എനിക്ക് പൊതുവേ തേങ്ങയുടെ ഉപയോഗം കുറവാണ് കേട്ടോ. അപ്പോൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തേങ്ങ കുറച്ചധിക ദിവസം കിടന്ന് വരുമ്പോൾ ഉണ്ടല്ലോ, അത് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഒന്നീ അത് കളന്ന് വരും, അല്ലെന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു മണവ്യത്യാസം വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ ഞാൻ ഇതേപോലെ തിരുവി മഞ്ഞൾപ്പൊടിയിട്ട് വറുത്ത് വെച്ചിരിക്കും. പിന്നെ രാവിലത്തേക്കോ അല്ലെങ്കിൽ ഉച്ചക്കലത്തേക്കോ ഒക്കെ എടുക്കുന്ന സമയത്ത് തേങ്ങ വറുത്ത് വയ്ക്കുന്ന കറികളാണെങ്കിൽ ഈ തേങ്ങ എടുത്തിട്ടായിരിക്കും ഞാൻ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ മൂപ്പിച്ച് ചേർത്ത് കറി വയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പുട്ടും കടലക്കറിയുമായിരുന്നു. അപ്പം ഞാൻ കരുതി എന്നാൽ ഇന്ന് വറുത്ത് വെച്ചിരുന്ന തേങ്ങ എടുത്ത് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി ചേർത്ത് അരച്ച് വയ്ക്കാമെന്ന്. അങ്ങനെ ദാ നമ്മുടെ പുട്ട് റെഡിയായി. പിന്നെ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന കടല സവാളയൊക്കെ വഴറ്റിയതിലോട്ട് ചേർത്ത് നമ്മൾ ആദ്യം വറുത്ത തേങ്ങയും കൂടി അരച്ച് ചേർത്ത് ഇനി നമുക്ക് ഉപ്പും കറിവേപ്പിലയും ഗരം മസാലയൊക്കെ ഇട്ട് ഇറക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ പുട്ടും കടലക്കറിയും കഴിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.